ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിയ സീഡും ഓട്സും വെച്ചിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതൊരു മാസം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും മച്ചന്മാരെ. നമ്മുടെ തടിയെല്ലാം അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിലോട്ടേക്ക് കടക്കാം. ഓക്കെ, നമ്മളിതാ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ലോ ഫാറ്റ് പാലൊന്നല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഫാറ്റ് പോക്കണ്ടിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് കാച്ചിയാൽ പാലിൻ്റെ മുകളിൽ നെയ്യെല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അത് ഒന്നിക്കിൻ്റെ സ്പൂൺ കൊണ്ട് എടുത്തു മാറ്റാം, എല്ലാം നമുക്ക് അരിപ്പുകൊണ്ട് അരിച്ച് മാറ്റാം. നിങ്ങൾ കാണുന്ന പോലെ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തു മാറ്റിയതാട്ടോ. ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടാൻ കഴിയാത്തവർക്ക് ലോ ഫാറ്റ് മിൽക്ക് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ചിയ സീഡ് ഉണ്ടല്ലോ, അത് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നും ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും കേട്ടോ. ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫാറ്റ് പൊക്കി വെച്ച മിൽക്ക് അങ്ങ് ഒഴിച്ചൊടിച്ച് പതപ്പിക്കുക. അതിലോട്ടേക്ക് തന്നെ നമ്മളുടെ 3 സ്പൂൺ ഓട്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. 1 2 3. ഇനി നമ്മളിതാ 1 സ്പൂൺ ചിയ സീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം മിക്സ് ആക്കിയിട്ട് രാത്രിയാണ് വെക്കുന്നതെങ്കിൽ രാവിലെ വരെ ഫ്രിഡ്ജിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ലോണം റെഡിയാവും. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെക്കുക. ഇനി നമ്മളെടുത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം കലബില ഇതിലോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ മച്ചന്മാരെ. നമ്മളിതിലോട്ടേക്ക് നമ്മളെ എടുത്തുള്ള ഫ്രൂട്ട്സുകളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രക്കാരൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളെടുത്തുള്ള ഇപ്പോൾ ഒന്നാണെങ്കിൽ 1 അത്രമാത്രം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത്ര ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നതിനോട് ഉള്ള സാധനം ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇടുന്നത് പപ്പായാണ്. പപ്പായ ഇതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്ക മുന്തിരിയാണ് ഇട്ടാൻ പോകുന്നത്. ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് കുന്തപ്പാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ പഴം, മാംഗോ. അപ്പോൾ നമ്മളിനി മാങ്ങയാണ് ഇടാൻ പോകുന്നത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. നാളെ 2 ആൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ. നമ്മളിതാ തേൻ അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൊള്ളെ മിക്സാക്കി എടുക്കാം. നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, ഒരുത്തർക്ക് തന്നെ ഇത്രക്കാരം. ഞങ്ങൾ 2 ആൾക്കാണ് കേട്ടോ ഇത്രക്കാരം ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഒരുത്തറുണ്ട് ഇത്രക്കാരം തിന്നാൽ അവൾ തടി കുറഞ്ഞ് എത്തിപ്പോവല്ലോ കുറച്ചേനെ. 2 ആൾക്കാണ്. നമ്മളിതൊന്നും ടേസ്റ്റ് ചെയ്താൽ കാണിച്ചു തരാം. ടേസ്റ്റ് എല്ലാം സൂപ്പർ. നല്ല തണുപ്പുള്ള ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരക്ക് പകരം നമ്മൾ തേൻ വെച്ചിട്ട് അതുകൊണ്ട് മധുരമുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടുകൊണ്ടെങ്കിൽ അതങ്ങനെ ഒരു മടുപ്പും ഉണ്ടാവില്ല ഇത് കുടിക്കുന്നതിന്. അർജുൻ ഫ്രൂട്ടെല്ലാം ഇട്ടുകൊണ്ട് തടി കുറയാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.